പൗരത്വവും എപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കണമെന്നതാണ് ദേശീയ തലത്തിൽ BJP മുസ്ലിങ്ങൾക്ക് മുമ്പാകെ വെക്കുന്ന എൻട്രി ടെസ്റ്റ്. എപ്പോഴും മതേതരത്വം തെളിയിച്ചുകൊണ്ടിരിക്കണമെന്നതാണ് CPM കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മുമ്പാകെ വെക്കുന്ന പഠിപ്പുര പരീക്ഷ. ആ തമ്പ്രാൻ യുഗമെല്ലാം കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ഒരു ജനത ഇവിടെയുണ്ടെന്ന് അവർ മനസ്സിലാക്കണം. പാർട്ടി ചാനൽ ആഘോഷിക്കുന്ന പുതിയ പ്രചാരകൻ മറ്റ് മതസ്ഥരുടെ കടകളിലും ബസ്സുകളിലും കയറുന്നതിനെക്കുറിച്ച് പ്രത്യേകമായ ഉത്കണ്ഠ പങ്കുവെക്കാൻ കാരണമുണ്ട്. അദ്ദേഹം കാളികാവിൽ നിന്നാണ് വരുന്നത്. അത് വണ്ടൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. 1996 മുതൽ 2001 വരെ N. കണ്ണൻ എന്ന CPM നേതാവാണ് ആ മണ്ഡലത്തെ അസംബ്ലിയിൽ പ്രതിനിധീകരിച്ചത്. 1999 മാർച്ച് 23-ന് അദ്ദേഹം കേരള അസംബ്ലിയിൽ മലപ്പുറം ജില്ലയിലെ താലിബാൻ വൽക്കരണത്തെക്കുറിച്ച് ഒരു സബ്മിഷൻ ഉന്നയിക്കുകയുണ്ടായി. ആ സബ്മിഷനിൽ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല. ശബരിമലയ്ക്ക് പോകുന്ന ഹിന്ദുക്കൾ ധരിക്കുന്ന കറുത്ത തുണി മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള ശാസനയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ കോളിളക്കം സൃഷ്ടിച്ച പ്രസ്താവനയായിരുന്നു ഇത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടക്കമുള്ള സംഘടനകൾ ഈ കൊടിയ വിദ്വേഷ പ്രസ്താവനയ്ക്കെതിരെ അന്ന് രംഗത്ത് വന്നിരുന്നു. മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് പച്ചവെള്ളം കിട്ടില്ല എന്ന K. സുരേന്ദ്രൻ്റെ പ്രസ്താവന വന്നത് 2025 മാത്രമാണെന്ന് നാം ഓർക്കണം. K. സുരേന്ദ്രനും മുന്നേ പറന്ന പക്ഷിയാണ് N. കണ്ണൻ. ആ സഖാവിൻ്റെ പാർട്ടി ക്ലാസുകൾ കേട്ട് വളർന്നയാളാണ് ഇപ്പോൾ മീഡിയ വണ്ണിനും എനിക്കുമെതിരെ വർഗീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. N. കണ്ണന് ശേഷം വണ്ടൂരിൽ പിന്നീടൊരു CPM സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കണം. CPM വർഗീയതയെ എതിരിടുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്, അതിനെ ആവാഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ പോലും അറിയാതെ നടക്കുന്ന ഒരു പ്രക്രിയയാണത്. ബംഗാളിൽ അവർ അത് തിരിച്ചറിയുമ്പോഴേക്ക് പാർട്ടി തകർന്നു കഴിഞ്ഞിരുന്നു. ശക്തമായ ഇടതുപക്ഷം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങൾ അകമേ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് പറയുന്നതിൻ്റെ പേരിൽ ഏത് പട്ടവും സ്വീകരിക്കാൻ സദാ സന്നദ്ധനായി ഇവിടെ ഇനിയും ഉണ്ടാവും. നന്ദി.